അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരൻ ചോദിക്കുന്നത് ഇസ്തിഖാറയുടെ നമസ്കാരത്തെക്കുറിച്ചാണ്. ഇസ്തിഖാറ എന്ന് പറഞ്ഞാൽ ഖൈറിനെ തേടുക എന്നതാണ്. നാം വല്ല കാര്യവും ചെയ്യാൻ ഉദ്ദേശിച്ചാൽ, കല്യാണം കഴിക്കാൻ, കട തുടങ്ങാൻ, ബിസിനസ് ആരംഭിക്കാൻ, എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ആ സന്ദർഭത്തിൽ അള്ളാഹുവിനോട് അതിൽ നന്മ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നതിൻ്റെ പേരാണ് ഇസ്തിഖാറ എന്നത്. അള്ളാഹുൻ റസൂൽ പറയുന്ന ശൈലി കേൾക്കുക. ഇദാ ഹമ്മ അഹദുക്കും ബി അംരിൻ, നിങ്ങൾ എന്നിട്ട് ഒരാൾ വല്ല കാര്യവും ചെയ്യാൻ ഉദ്ദേശിച്ചാൽ ഫല്യുസല്ലി റക്അത്തൈൻ, അവൻ 2 റക്അത്ത് നമസ്കരിക്കട്ടെ. ഗൈറൽ ഫരീള, ഫർളല്ലാത്ത 2 റക്അത്ത് നമസ്കരിക്കട്ടെ. സുമ്മൽ യഖുൽ, എന്നിട്ട് അവൻ പറയട്ടെ അഥവാ പ്രാർത്ഥിക്കട്ടെ എന്നർത്ഥം. ഈ നമസ്കാരം, ഈ 2 റക്അത്ത് നമസ്കരിക്കുന്ന നമസ്കാരം, അതിന് പ്രത്യേക നീയത്തൊന്നുമില്ല. ഇതേ ഖൈറിനെ തേടാനുള്ള നമസ്കാരത്തെ അള്ളാഹുവിന് വേണ്ടി ഞാൻ നമസ്കരിക്കുന്നു എന്ന് ഹൃദയത്തിൽ കരുതുക, എന്നിട്ട് ആരംഭിക്കുക. അങ്ങനെ നമസ്കരിച്ച് കഴിഞ്ഞാൽ സുമ്മൽ യഖുൽ, അത്തഹിയാത്തു ഓതിക്കഴിഞ്ഞതിൻ്റെ ശേഷമോ അല്ലെങ്കിൽ സലാം വെട്ടിക്കഴിഞ്ഞതിൻ്റെ ശേഷമോ, രണ്ടുമാവാം, ഈ വരാൻ പോകുന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ ഇന്നി അസ്തഖീറുക ബിഇൽമിക വഅസ്തഖ്ദിറുക ബിഖുദ്റതിക വഅസ്അലുക മിൻ ഫദ്ലികൽ അളീം ഫഇന്നക തഖ്ദിർ വലാ അഖ്ദിർ വതഅലമു വലാ അഅലം വഅൻത അല്ലാമുൽ ഗുയൂബ്. ഇത് മുഖവുരയാണ് പ്രാർത്ഥനയുടെ. പ്രാർത്ഥന തുടങ്ങിയിട്ടില്ല. ഈ മുഖവുരയിൽ പറയുന്നത്, നിൻ്റെ ഇൽമ് കൊണ്ട് ഞാൻ നിന്നോട് ഖൈറിനെ ചോദിക്കുന്നു, നിൻ്റെ ഖുദ്റത്ത് കൊണ്ടും നിൻ്റെ ഫദ്ലിനെയും ഞാൻ ചോദിക്കുന്നു. നിനക്ക് കഴിയും, എനിക്ക് കഴിയൂല, നിനക്ക് അറിയും, എനിക്ക് അറിയൂല, നീയാണ് അല്ലാമുൽ ഗുയൂബ്, എല്ലാ മറഞ്ഞ കാര്യങ്ങൾ അറിയുന്ന ആൾ നീയാണ് റബ്ബേ എന്നാണ് ഈ മുഖവുരയുടെ അർത്ഥം. ഇത് പറഞ്ഞതിന് ശേഷം അല്ലാഹുമ്മ ഇൻ കുൻത തഅലമു അന്ന ഹാദൽ അംറ ഖൈറുൻ ലി ഫീ ദീനി വമആശി വആഖിബതി അംരി വആജിലിഹി വആജിലിഹി ഫയസ്സിർഹു ലി സുമ്മ ബാരിക് ലി ഫീഹി. അള്ളാഹുവേ, നിനക്ക് അറിയുമെങ്കിൽ, നിൻ്റെ അറിവിൽപ്പെട്ടതാണെങ്കിൽ, ഈ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം അത് എൻ്റെ ദീനിലും എൻ്റെ ദുനിയാവിലും എൻ്റെ പരലോകത്തിലും എൻ്റെ ഇഹലോകത്തിലും എനിക്ക് അതിൽ ഖൈറാണുള്ളത് എന്ന് നിൻ്റെ ഇൽമിലുണ്ടെങ്കിൽ, അത് നല്ലതാണ് എന്നാണ് നിൻ്റെ ഇൽമിലുള്ളത് എങ്കിൽ റബ്ബേ, അതിനെ നീ എളുപ്പമാക്കി തരണം, അതിൽ നീ ബർക്കത്ത് ചെയ്യണം, അതിൽ നീ അനുഗ്രഹിക്കണം. وإن كنت تعلم أن هذا الأمر شر لي في ديني ومعاشي وعاقبة أمري وعاجله وآجله فاصرفه عني واصرفني عنه وقدر لي الخير حيث كان ثم رضيني به. അള്ളാഹുവേ, ഞാൻ ഈ ചെയ്യാൻ പോകുന്ന കാര്യം നിൻ്റെ അറിവിൽ അത് എനിക്ക് ഷർറാണ് എങ്കിൽ, എൻ്റെ ദുനിയവിയായ ജീവിതത്തിലും എൻ്റെ ഉഖ്റവിയായ ജീവിതത്തിലും അത് ഷർറാണ് എങ്കിൽ, എന്നെ തൊട്ട് നീ അതിനെ ദൂരപ്പെടുത്തുകയും അതുപോലെ തന്നെ എന്നെ അതിനെ തൊട്ട് ദൂരപ്പെടുത്തുകയും ചെയ്യണ രക്ഷിതാവേ. എന്നിട്ട് എനിക്ക് ഏതാണ് ഖൈർ അത് എനിക്ക് നീ തൗഫീഖ് നൽകണം. ഏതാണ് ഖൈർ അത് നീ എളുപ്പമാക്കി തരണം. അത് ചെയ്യാനുള്ള തൗഫീഖ് നീ എനിക്ക് നൽകണം. അതുകൊണ്ട് നീ എനിക്ക് അതിൽ നീ എനിക്ക് പ്രീതി അടയാനുള്ളതായ തൗഫീഖും നൽകണം. ഇതാണ് പ്രാർത്ഥന. ഈ പ്രാർത്ഥന ഈ 2 റക്അത്ത് നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം പ്രാർത്ഥിക്കുക. അതോടൊപ്പം ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, അൽ ഇസ്തിഖാറ വൽ ഇസ്തിശാറ. ഇസ്തിഖാറ പോലെ തന്നെ നമ്മളെക്കാളും ഈ കാര്യത്തിൽ, ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ കൂടുതൽ വിവരമുള്ള ആൾക്കാർ, ചിലപ്പോൾ വയസ്സ് കൂടിയത് കൊണ്ട് വിവരമുണ്ടായിരിക്കും, അല്ലെങ്കിൽ പ്രാക്ടീസ് ഉള്ളത് കൊണ്ട് വിവരമുണ്ടായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരോട് മുഷാവറ നടത്തുക. ഈ കാര്യം ചെയ്യുന്നതിനെക്കുറിച്ച് മുഷാവറ നടത്തുക. മാ ഖാബ മൻ ഇസ്തഖാർ, ഇസ്തിഖാറ ചെയ്തവൻ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നതല്ല, പരാജയപ്പെടുന്നതല്ല. ഒമാ നദീബ മൻ ഇസ്തശാർ, അറബി പഴമൊഴിയാണ്. അതുപോലെ തന്നെ മുഷാവറ നടത്തിയാൽ ഖേദിക്കുന്നതുമല്ല. അപ്പോൾ എന്ത് ചെയ്യണം? നാം മുഷാവറ നടത്തണം. എന്നിട്ട് ചെയ്യാൻ പോകുന്ന കാര്യം അത് നല്ലതാണെന്ന് നമസ്കാര ശേഷം പ്രാർത്ഥിച്ച ശേഷം നല്ലതാണ് എന്ന് തോന്നിയാലും, ഇസ്തിഖാറ നടത്തിയതിൻ്റെ ശേഷവും ഇസ്തിശാറ നടത്തിയതിൻ്റെ ശേഷവും ഏതാണ് തീരുമാനിക്കുന്നത്, ഫൈദ അസംത, ആ തീരുമാനത്തിലേക്ക് നീ എത്തിക്കഴിഞ്ഞാൽ ഫതവക്കൽ അലല്ലാഹ്, അള്ളാഹുലേക്ക് നീ തവക്കുലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. ഒരു കാര്യം അസ്മ് ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹുലേക്ക്
അള്ളാഹുവിലേക്ക് തവക്കുലാക്കുക. ഒമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു. അള്ളാഹിലേക്ക് ഒരാൾ തവക്കുലാക്കിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു അവന് മതി, അതിൽ അള്ളാഹു അനുഗ്രഹിക്കുക തന്നെ ചെയ്യും എന്ന് ആണ് ആ വാക്കിൻ്റെ അർത്ഥം. ഇതാണ് ഇസ്തിഖാറ നമസ്കാരം എന്ന് പറഞ്ഞാൽ. എന്നല്ലാതെ ഇസ്തിഖാറ നമസ്കരിച്ചിട്ട് കുറേ ദിവസം ചോദ്യത്തിൽ പറഞ്ഞതുപോലെ കാത്തു നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇസ്തിഖാറ നമസ്കരിക്കുന്നതോടൊപ്പം ഇസ്തിഷാറയും കൂടി ചെയ്യുക, മുഷാവറയും കൂടി ചെയ്യുക, നടത്തുക. ആരോട്? ഈ നാം ചെയ്യാൻ പോകുന്ന വിഷയത്തിൽ അറിവുള്ള, വിവരമുള്ള, പ്രാക്ടീസുള്ള ആൾക്കാരോട്. അതൊക്കെ ചെയ്തതിൻ്റെ ശേഷമാണ് തീരുമാനത്തിലേക്ക് എത്തേണ്ടത്. അങ്ങനെ നമസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം ഏതാണ് നന്മയെന്ന് തോന്നി അത് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയെ ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ നന്മ ചെയ്യാൻ വേണ്ടിയാണ്, ഖൈറ് തിരഞ്ഞെടുക്കാൻ വേണ്ടിയാണ് ആ നമസ്കാരം. അതാണ് ആ വാക്കിൻ്റെ അർത്ഥം തന്നെ. ഇസ്തിഖാറയുടെ നമസ്കാരം അഥവാ ഖൈറിനെ തേടുന്ന നമസ്കാരം എന്നതാണ്. അല്ലാഹു അലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.